നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് മൊബൈലിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് അച്ഛനമ്മമാരറിയുക. എൻ്റെ മക്കൾ മൊബൈലിൻ്റെ അടിമയാകേണ്ട. എല്ലാ അച്ഛനും അമ്മയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്, അല്ലേ? നിങ്ങളും അങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഒരച്ഛനും അമ്മയും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എൻ്റെ മക്കളുടെ ഭാവി എങ്ങനെയായിരിക്കും? അവർ നല്ല ആരോഗ്യത്തോടെ വളരുമോ? അവർ പഠനത്തിൽ ശ്രദ്ധിക്കുമോ? അവർ നല്ല മനുഷ്യരായി മാറുമോ? അവർ സമൂഹത്തിന് ഉപകാരമുള്ളവരാകുമോ? എല്ലാ അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ജീവിക്കുന്നത്. അവനവൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മക്കൾക്ക് വേണ്ടി. പക്ഷേ ഇത് പല മക്കളും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല വീടുകളിലും ഈ ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വലിയ ആശങ്കയാണ് മൊബൈൽ. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കണ്ടാൽ പല അമ്മമാരുടെയും മനസ്സിൽ പേടി തുടങ്ങും. നീ ഇനി പഠിക്കുന്നില്ലേ? നീ ഇന്നിനി പഠിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നിന്റെ ഈ സ്വഭാവം എന്നാണ് മാറുന്നത്? നീ മൊബൈലിന്റെ അടിമയായി മാറിയോ? ഈ പേടി തെറ്റല്ല. നമ്മൾ ഓരോരുത്തരും അമ്മമാരും അച്ഛന്മാരും ഒക്കെയാ. അവരിത് പേടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ മൊബൈൽ തന്നെയാണോ പ്രശ്നം? അല്ല. നമ്മൾ വേറൊരു ആംഗിളിലാണ് നോക്കുന്നത്. അതിനെ അതേപടി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരാശയമാണോ എന്ന് ചിന്തിക്കുക, ആലോചിക്കുക. എഴുതി നോക്കണമെങ്കിൽ എഴുതി നോക്കുക. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. മൊബൈൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. നല്ല ഒരു മലപ്പുറം കത്തി കൊണ്ട് ഒരു കുത്തു വേണേ കൊടുക്കാം ഒരാൾക്കിട്ട്. പച്ചക്കറി അരിയാം, ഫ്രൂട്ട്സ് അരിയാം, സാധനങ്ങളൊക്കെ മുറിക്കാം. ഒരേ കത്തി കൊണ്ട് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. തീ കൊണ്ട് ആഹാരം പാചകം ചെയ്യാം, അതേ തീ കൊണ്ട് ആഹാരം കത്തിച്ചു കളയുകയും ചെയ്യാം. ഇതുപോലെയാണ് മൊബൈൽ കൊണ്ട് ഉള്ള ഉപയോഗം. മൊബൈൽ കണ്ടുകൊണ്ട് സമയം കളയാം, അതേ മൊബൈൽ കണ്ടുകൊണ്ട് ലോകം പഠിക്കാം, കഴിവുകൾ വളർത്താം, നല്ല ആശയങ്ങൾ കേൾക്കാം, സ്വന്തം കഴിവുകൾ ലോകത്തിലേക്ക് എത്തിക്കാം, വിജയിക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ടത് മൊബൈൽ തൊടരുത് എന്നല്ല. മക്കളെ, മൊബൈൽ നിന്നെ നിയന്ത്രിക്കേണ്ട, നീ മൊബൈലിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇതാണ് പുതിയ കാലത്തിന്റെ കോൺഷ്യസ് പേരന്റിങ് മൊബൈലിന്റെ കാര്യത്തിൽ. പഴയ കാലത്ത് കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ പുറത്തുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മൾ കാക്കണമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ അവന്റെ ശ്രദ്ധയെ കാക്കണം, അവന്റെ മനസ്സിനെ കാക്കണം, അവന്റെ സമയത്തെ കാക്കണം, അവന്റെ ലക്ഷ്യബോധത്തെ കാക്കണം. ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും വേണം. ഒരു ദിവസം പോലും വിട്ടുപോകാതെ കുഞ്ഞിന്റെ ശ്രദ്ധ. ഒരു കുഞ്ഞ് മൊബൈലിൽ വീഡിയോ കാണുന്നു, അമ്മ വന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നു, കുട്ടി കരയുന്നു, ദേഷ്യപ്പെടുന്നു, വലിച്ചെറിയുന്നു, അമ്മയും ദേഷ്യപ്പെടുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഒരു ദിവസം സന്ധ്യയാവുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അന്ന് കുട്ടി പഠിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. കുട്ടി മൊബൈലിൽ നിന്ന് വേർപിരിയുന്നതല്ല പ്രശ്നം. അമ്മ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് അകലുകയാണ്. കുട്ടിയുടെ മനസ്സിൽ തോന്നും, എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഈ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ സന്തോഷം ഈ അമ്മ എടുത്തു കളഞ്ഞു. ഇവിടെയാണ് കോൺഫ്ലിക്റ്റ് ആരംഭിക്കുക. പക്ഷെ അതേ അമ്മ ശാന്തമായി ഇരുന്ന് കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലോ? മോനെ, മൊബൈൽ നമുക്ക് വേണ്ടതാണ്, പക്ഷേ ഈ മൊബൈൽ നമ്മളെ ഭരിക്കരുത്. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്ലാൻ ഉണ്ടാവണം. പഠനത്തിന് പ്ലാൻ വേണം, കളിക്ക് പ്ലാൻ വേണം, വിശ്രമത്തിന് പ്ലാൻ വേണം, മൊബൈലിനും സമയം വേണം. ഒപ്പം അമ്മ അടുക്കളയിൽ ചെയ്യുന്ന ഓരോ ജോലിക്കും അമ്മ കണ്ടോ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? മോൻ ഇതൊന്ന് നോക്കിക്കേ. തീർച്ചയായിട്ടും കുട്ടി ഇത് കേൾക്കാൻ തുടങ്ങും. ചിലപ്പോൾ ആദ്യത്തെ തവണ കേട്ടില്ലെന്ന് വരും. പക്ഷേ വീട്ടിൽ അമ്മയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയിലും മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. കാരണം കുട്ടികൾക്ക് കൺട്രോൾ ഇഷ്ടമല്ല,
അവരെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ഗൈഡൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടത്. അത് ബോധ്യമാവുകയും വേണം കുട്ടിക്ക്. കുട്ടികൾക്ക് ഭീഷണി ഇഷ്ടമല്ല, പക്ഷെ ബന്ധം ഇഷ്ടമാണ്. നമുക്കും അങ്ങനെയല്ലേ? നമ്മളെ ആരെങ്കിലും ഭരിക്കാൻ വരുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ നമ്മൾ അനുസരിക്കുമോ? അതേസമയം സ്നേഹത്തോടെയാണെങ്കിലോ? അല്ലേ? കുട്ടികൾക്ക് കുറ്റപ്പെടുത്തൽ ഇഷ്ടമല്ല, പക്ഷെ മനസ്സിലാക്കൽ ഇഷ്ടമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: മൊബൈൽ പിടിച്ചെടുക്കുന്നതിന് മുൻപ് കുട്ടിയുടെ മനസ്സ് പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റണം. ഒരു കുട്ടി മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ മടി കൊണ്ടായിരിക്കില്ല. മിക്കവാറും കുട്ടികൾ പറയും ബോറടിച്ചു എന്ന്. തീരെ ചെറിയ കുട്ടികൾ വരെ. ഇന്നലെ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, അവള് വീഡിയോ കാണുന്നത് ബോറടിക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സൈക്കോളജി ഉണ്ട് കേട്ടോ. പലപ്പോഴും കുട്ടി ലോൺലിനെസ് അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കും ബോറടിക്കുന്നത്. ചിലപ്പോൾ വീട്ടിൽ കേൾക്കാൻ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ പഠനത്തിൽ ആത്മവിശ്വാസം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് ആ കുട്ടി അതാണ് ശരിയെന്ന് കരുതിയത് കൊണ്ടാവും. ചിലപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ പറയാൻ കഴിയാത്ത ഒരു വേദനയുള്ളത് കൊണ്ടായിരിക്കും. അതിനാൽ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നീ എന്തിനിത്ര നേരം മൊബൈൽ നോക്കുന്നു എന്നതല്ല. അതിന് പകരം, മോനെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഭാരമുണ്ടോ? വിഷമമുണ്ടോ? നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. മോളെ, നിനക്ക് ബോറടിക്കുന്നുണ്ടോ? നമുക്കൊന്നിച്ചെന്തെങ്കിലും ചെയ്താലോ? ഒരു സിനിമ കണ്ടാലോ? കുട്ടിയോട് ചോദിക്കാം. ഞാൻ കുറച്ചു നേരം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണോ? പഠിക്കുന്നിടത്ത് ഞാൻ ഇരിക്കേണ്ടതുണ്ടോ? വഴക്ക് പറയാനല്ല, കുഞ്ഞിന് ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്ന് ഉള്ളിലൊരു ഫീല് തോന്നാൻ. ഈ ഒരു ചോദ്യം പല വീടുകളിലും ചോദിക്കാറില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് അമ്മമാരോടും മക്കളോടും വേറെ വേറെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ. ഞാൻ അവരുടെ എല്ലാ ആശയങ്ങൾ എഴുതി വെക്കുകയും ചെയ്തു, അവരുടെ പ്രശ്നങ്ങൾ. ഈ ഒരേ ഒരു ചോദ്യം കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചാൽ മാത്രം മതി, കുഞ്ഞിന് മാറ്റം ഉണ്ടാവും. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളിലുണ്ടാവുന്ന മാറ്റം. കാരണം കുട്ടിക്ക് ആദ്യ ആവശ്യം മൊബൈലിൻ്റെ ലിമിറ്റ് അല്ല. കുട്ടിക്ക് വേണ്ടത് ഇമോഷണൽ കണക്ഷനാണ്. പലപ്പോഴും അമ്മമാരൊക്കെ പറയാറുണ്ട്, കുട്ടിയെ ശ്രദ്ധിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല. എങ്ങോട്ടാ ഓടുന്നതോ എനിക്കറിയില്ല. കണക്ഷൻ വന്നാൽ കറക്ഷൻ എളുപ്പമാകും. കണക്ഷൻ ഇല്ലാത്ത കറക്ഷൻ കൊടുത്താൽ അത് റിജക്ഷനും ആകും. ഇന്നത്തെ ലോകത്ത് കുഞ്ഞുങ്ങൾ മൊബൈലോ ടിവിയോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ക്ലാസ്സുകൾ നടക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. നമ്മൾ കാലം പോകുന്ന കൂടെ പോകാൻ പഠിക്കണം. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ മൊബൈലിന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ സമയത്തിൻ്റെ നിയന്ത്രണം നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അത്രയേ ഉള്ളൂ. കുട്ടിയുടെ പഠനം മൊബൈലിലൂടെയാണ്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്. ഇപ്പം എല്ലാവരും പറയും കോവിഡ് കാലത്ത് അങ്ങനെ വന്നതുകൊണ്ടാണ് കുഴപ്പമായതെന്ന്. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ കുഴപ്പങ്ങളുണ്ടായി, പക്ഷെ അതിനെ തിരിച്ചു പിടിക്കാനൂടെ നമ്മൾ പഠിക്കണ്ടേ? എല്ലാം കുഴപ്പമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തിരുത്താൻ നിൽക്കാതിരിക്കുന്നുണ്ടോ നമ്മൾ? കുഴപ്പം വരും, അതിനെ തിരുത്തിപ്പോണം. ഭാഷ പഠിക്കാൻ മൊബൈൽ ആപ്പുകൾ തന്നെയുണ്ടല്ലേ, ഇംഗ്ലീഷിനും മറ്റും. കണ്ടിട്ടില്ലേ? എല്ലാ ഭാഷയ്ക്കും. കലകൾ മൊബൈലിൽ പഠിക്കാം, ശാസ്ത്രം മൊബൈലിൽ പഠിക്കാം, ലോകത്തിലെ നല്ല മനുഷ്യരുടെ ജീവിതം മൊബൈലിൽ കണ്ടുപഠിക്കാം, നല്ല ആശയങ്ങൾ കേൾക്കാം. വേറൊരു കാര്യമാണ്, ബയോളജി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ക്ലസ്റ്ററിൽ പോലും തരാറുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ഒക്കെ കുട്ടികളെ ഓൺലൈനിൽ കാണിച്ചു പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നിട്ട് കാലം എത്രയായി? അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷണം നടത്തി പഠിച്ച തലമുറയാണ് ഞങ്ങളുടേതൊക്കെ. ലാബൊന്നും അത്ര കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങൾ അത് നേരിട്ട് കാണുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാകുന്നുണ്ട്. കാലം മാറി. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെ ബുദ്ധിപൂർവ്വം മൊബൈൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കാമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നാളത്തെ കുട്ടി ഒരു സയന്റിസ്റ്റ് ആകണമെങ്കിലും ടീച്ചർ ആകണമെങ്കിലും ലീഡർ ആകണമെങ്കിലും ആർട്ടിസ്റ്റ് ആകണമെങ്കിലും സംരംഭകനാകണമെങ്കിലും ഡിജിറ്റൽ സ്കില്ല് കുട്ടിക്ക് വേണം.
അതിനാൽ മൊബൈൽ കണ്ടാൽ പേടിക്കേണ്ട. മൊബൈൽ കണ്ടാൽ പ്ലാനിങ് ഓർക്കാൻ പറ്റണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. വീട്ടിലൊരു ചെറിയ ഫാമിലി റൂൾ ഉണ്ടാക്കണം. ഭക്ഷണ സമയത്ത് മൊബൈൽ ഉപയോഗിക്കില്ല എന്ന്, പഠന സമയത്ത് മൊബൈൽ ഉപയോഗിക്കില്ല എന്ന്, ഉറങ്ങാൻ പോകുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് സ്ക്രീൻ ഓഫ് ചെയ്യുമെന്ന്. എല്ലാ അച്ഛനമ്മമാരുടെയും ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്, എൻ്റെ മകൻ ഏറ്റവും മികച്ചവനാവണം. അതിനോളം അഭിമാനം ചിലപ്പോൾ സ്വന്തം കാര്യങ്ങളിൽ ഒരു നേട്ടം നേടിയാലും അച്ഛനമ്മമാർക്കുണ്ടാവില്ല. മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമായിരിക്കും അവരുടെ നേട്ടം. അത് സ്വയം അച്ഛനും അമ്മയും ആകുന്ന കാലത്തെ മക്കൾക്കത് മനസ്സിലാവുള്ളൂ. കുട്ടി ഇതൊന്നും ചിന്തിക്കില്ല. അപ്പോൾ നമ്മുടെ മക്കൾ ആത്മവിശ്വാസത്തോടെ എവിടെ ചെന്നാലും വിജയിക്കുന്ന വ്യക്തിയായി മുന്നോട്ട് പോകാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് അച്ഛനും അമ്മയും സ്വയം ചിന്തിക്കുക. ഞാൻ ആരെ ഉപദേശിക്കുകയല്ല, പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വയം ഉള്ളിലേക്കൊന്ന് എടുക്കുവാൻ തയ്യാറാകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കാലം മാറി, ഡിജിറ്റൽ വേൾഡാണ്. മക്കൾക്ക് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നവർക്കും ഒരു തോന്നലുണ്ട്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അല്പം ഡിജിറ്റലായി പഠിക്കാം. കാര്യങ്ങൾ അച്ഛനും അമ്മയും പരിശീലിക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടി പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് അച്ഛനമ്മമാർ മണ്ടത്തരത്തിൽ ചെന്ന് ചാടാറുണ്ട്. നിങ്ങൾക്കൊരു ഡിജിറ്റൽ അവെയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. നമുക്ക് നാളെ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊന്നേ പറയാനുള്ളൂ, മൊബൈൽ ഞങ്ങളുടെ വീട്ടിലെ യജമാനനല്ല. മൊബൈൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപകരണം മാത്രമാണ്. മിക്സിയും ഫ്രിഡ്ജും കമ്പ്യൂട്ടറും TV ഒക്കെ പോലെ ഒരു ഉപകരണം മാത്രമാണ് മൊബൈൽ. നമുക്ക് വേണ്ടത് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്ത കുട്ടികളെയല്ല, സെൽഫ് കൺട്രോളുള്ള കുട്ടികളെയാണ്. നമുക്ക് വേണ്ടത് സ്ക്രീൻ പേടിക്കുന്ന കുട്ടികളെയല്ല, സ്ക്രീൻ ശരിയായി ഉപയോഗിക്കുന്ന കുട്ടികളെയാണ്. എൻ്റെ മക്കൾ മൊബൈലിൻ്റെ അടിമയാകേണ്ട. മൊബൈൽ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ഭാവിയിൽ സമൂഹത്തിനും അവർക്കും മൂല്യം കൊടുക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്, അല്ലേ? ഈ ഒരു ഡിസിഷൻ എടുത്തോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലോട്ട് എഴുതൂ. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായി നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കാമെന്ന് ചിന്തിക്കാം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.